മാടമ്പ് ഓർമ്മ 2026 ആദ്യ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷയം മലയാള തിരക്കഥയുടെ പൈതൃകം. മലയാള സിനിമയുടെ ഹൃദയത്തിൽ സ്വർണ്ണലിപികളാൽ സ്വന്തം പേരടയാളപ്പെടുത്തിയ, ഒപ്പം നമ്മൾ തൃശ്ശൂക്കാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ രണ്ട് മഹത് വ്യക്തികളാണ് ആദ്യ സെഷനിലെത്തുന്നത്. മലയാള സിനിമയ്ക്ക് മനുഷ്യസ്നേഹത്തിൻ്റെ നന്മ നിറഞ്ഞ കഥകൾ സമ്മാനിച്ച നമ്മുടെ ഹൃദയങ്ങളുടെ സ്വന്തം സംവിധായകൻ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ അതിസുന്ദരമായി തിരശീലയിൽ വരച്ചു കാട്ടിയ, ഹാസ്യത്തിൻ്റെയും കുടുംബബന്ധങ്ങളുടെയും സൗഹൃദത്തിൻ്റെയും മധുരം മലയാളിക്ക് പകർന്നു നൽകിയ മഹാനായ ചലച്ചിത്രകാരൻ, പ്രിയ സംവിധായകൻ ശ്രീ സത്യൻ അന്തിക്കാടിനെയും, യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും സൗഹൃദത്തിൻ്റെ നന്മകളും പ്രണയത്തിൻ്റെ നിസ്സീമ സൗന്ദര്യവും ദൃശ്യഭാഷയിൽ അതുല്യമായി ആവിഷ്കരിച്ച് തലമുറകളുടെ ഹൃദയത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ച ശ്രീ ലാൽ ജോസിനെയും ഈ സെഷനിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വല്യച്ഛന് നമസ്കാരം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം, സ്വാഗതം. ഇന്ന് വല്യച്ഛൻ നമ്മളെ വിട്ടിട്ട് 5 വർഷമായി എങ്കിലും അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ദിവസവും എന്തെങ്കിലും രീതിയിൽ നമ്മളെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 5 വർഷമായി എന്ന് നമുക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞാൻ സത്യേട്ടനോടും ലാലുവേട്ടനോടും പറയുമായിരുന്നു, ഞങ്ങളുടെ കുടുംബസംഗമത്തിന് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചിരുന്നത് വല്യച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇങ്ങനെ ചാരികസേരയിൽ കിടന്ന് ആണ് അതിനൊരു നേതൃത്വം കൊടുക്കാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഇതൊരു കുടുംബ സംഭവം കൂടിയിട്ടാണ്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നുള്ളതൊരു വലിയൊരു കുടുംബമായിരുന്നു. എല്ലാവർക്കും സ്വാഗതമായിരുന്നു ആ കുടുംബത്തിലേക്ക്. ഇവിടെ ഒരിക്കലും വാതിലുകൾ അടയ്ക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൻ്റെ ഒരു സംഗമം കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാ വർഷവും മെയ് 11 നടത്താറുള്ളത്. വല്യച്ഛൻ വ്യാപരിച്ചിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള അതികായന്മാരായിട്ടുള്ള ആളുകൾ, ലെജൻസ് ആയിട്ടുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതും അല്ലാതെയുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇന്ന് വല്യച്ഛൻ വ്യാപരിച്ചിരുന്നൊരു മേഖലയാണ് തിരക്കഥ. അതിൽ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ള 2 വലിയ ആളുകൾ ആണ്. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് പറയാം. മലയാള തിരക്കഥയുടെ പൈതൃകവും പരിണാമവും എന്നുള്ളതാണ്. ആ പൈതൃകത്തിനെക്കുറിച്ച് വളരെ ആപ്റ്റായിട്ട് സംസാരിക്കാൻ ഉള്ള 2 ലെജൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്, സത്യേട്ടനും ലാലുവേട്ടനും. സത്യേട്ടനോട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് സത്യേട്ടന് കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാലുവേട്ടനോടും പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാവും എന്ന് പറയുകയുണ്ടായി. മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതും, മലയാള സിനിമയിൽ എപ്പോഴും കഥയും തിരക്കഥയുമാണ് ഹീറോ. അത് കഴിഞ്ഞ ഒരു 75 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അത് 50കളിലും 60കളിലൊക്കെ നമ്മളുടെ ലിറ്റററി ജയൻസ് ആയിട്ടുള്ള പലരും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ തോപ്പിൽ ഭാസി അല്ലെങ്കിൽ MT സാർ, അങ്ങനെ ഒരുപാട് പേര് അതിൽ നിന്നുണ്ടായിരുന്നു. പിന്നീട് അത് 70കളിലും 80കളിലും ഒക്കെ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പുതിയൊരു ന്യൂ വേവിൻ്റെയൊക്കെ വന്നപ്പോഴും സത്യേട്ടനൊക്കെ നയിച്ചിട്ടുള്ള 80കളിലെ മാറ്റങ്ങളും അതിനുശേഷം മുമ്പോട്ടങ്ങോട്ട് 2000-ന് ശേഷവുമൊക്കെ മലയാള സിനിമയെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത്. ബാക്കി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളരെ ചെറിയ ഇൻഡസ്ട്രിയാണ് സാങ്കേതികപരമായിട്ട് അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ കൂടിയും മലയാള സിനിമയെ മുമ്പോട്ട് നയിച്ചിട്ടുള്ളത് ഈ കഥയുടെയും തിരക്കഥയുടെയും ഒക്കെ ഒരു പ്രാഗൽഭ്യമാണെന്ന് തന്നെയാണ് യാതൊരു സംശയമില്ല. പിന്നീട് 2000-കളിൽ ഇപ്പോൾ ശ്യാമപ്രസാദ് സാറിനെ പോലെയുള്ള ആൾക്കാരും അതിന് ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷനായിട്ടുള്ള റൈറ്റേഴ്സും ഒക്കെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഈ പൈതൃകം എന്താണ് എന്നും അതിലേക്ക് എന്തൊക്കെയാണ് അതിലേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയുള്ളൊരു ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്.
സത്യേട്ടനെക്കുറിച്ചും ലാലേട്ടനെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. മലയാള സിനിമയിൽ 80കളിൽ സാധാരണക്കാരുടെ ജീവിതം ഇത്രയധികം നമ്മളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടുള്ള ഒരു എഴുത്തുകാരനും സംവിധായകനും ഇല്ല സത്യേട്ടനെ പോലെയുള്ള. അതിനുശേഷം മുമ്പോട്ടങ്ങോട്ട് പോകുമ്പോൾ 90കളുടെ അവസാനത്തിലും 2000-ലുമൊക്കെ മലയാളികളുടെ ജീവിതം മാറിയപ്പോൾ അതിൽ നാഗരികതയും നൊസ്റ്റാൾജിയയും യുവത്വത്തിൻ്റെ ക്യാമ്പസുകളുടെയും ഒക്കെ കഥകൾ പറഞ്ഞിട്ടുള്ള ആളാണ് ലാൽവേട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഇന്നത്തെ സാന്നിധ്യം നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏതായാലും സമയത്തിൻ്റെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആമുഖമായിട്ട് പറയുന്നില്ല. സത്യേട്ട, ലാലുവേട്ട, നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു മേഖല, അതായത് തിരക്കഥ എന്നുള്ള മേഖല നിങ്ങൾ ഒരുപാട് കണ്ടിന്യൂ ചെയ്തിട്ട് ഉള്ള ഒരു മേഖലയാണ്. അതിൻ്റെ ഈ ഒരു വളർച്ചയും അതിൻ്റെ ഒരു ലെഗസിയും അതിൻ്റെ ഒരു പൈതൃകത്തിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ചും ഒക്കെയുള്ളൊരു ഒരു സംവാദം എന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വലിയച്ഛനായിട്ടുള്ള ഓർമ്മകളുണ്ടെങ്കിൽ അതും കൂടി പറയുകയാണെങ്കിൽ വളരെ സന്തോഷം ആവും. നമ്മൾ എൻ്റെ അടുത്ത് ഒരാൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്, മലയാളികളുടെ വീട് എന്നുള്ള സങ്കല്പമാണെങ്കിൽ അത് സത്യൻ അന്തിക്കാടും, മലയാളികളുടെ യാത്ര എന്നുള്ള സങ്കല്പമാണെങ്കിൽ അത് ലാൽ ജോസുമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരുപാട് എക്സ്പീരിയൻസുകളും കഴിഞ്ഞ ഒരു 30-40 വർഷത്തോളത്തെ എക്സ്പീരിയൻസുകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, അതിലെന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എന്നൊക്കെ വെച്ച് തുടങ്ങാം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു അപൂർവ സംഗമമാണിത്. മാടമ്പ് എന്ന് പറയുന്നത് അക്ഷരങ്ങളോട് സ്നേഹം തുടങ്ങിയ കാലം മുതൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അശ്വത്ഥമാവ് എന്നുള്ള രചന മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും കഥകളും ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ചർച്ചകളും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ വളരെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് ഞാൻ കൃഷ്ണനോട് പറഞ്ഞത് തന്നെ മാടമ്പിനോടുള്ള ആദരവാണ്. പലപ്പോഴും എനിക്കും ലാൽ ജോസിനൊക്കെ ഉള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മീറ്റിങ്ങുകൾക്കുള്ള ക്ഷണമാണ്. വീട്ടിലിരിക്കുമ്പോൾ ഇവരെന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് വിളിച്ചേക്കാം എന്നുള്ള ധാരണയിൽ ധാരാളം ആളുകൾ വന്ന് വിളിക്കും. ഞാനാണെങ്കിൽ എല്ലാ ഇൻ്റർവ്യൂകളിലും ഒരു സിനിമ കഴിഞ്ഞാൽ ഞാൻ അന്തിക്കാടായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ കണ്ടെത്താനും ബുദ്ധിമുട്ടില്ല. അപ്പം നേരെ ഒരു കാറ് ഗേറ്റിൻ്റെ പുറത്ത് വന്ന് നിന്നാൽ ടെൻഷൻ തുടങ്ങും, എന്താണ് ഇവരോട് പറയേണ്ട നുണ. ഇവിടെ ഞാൻ അങ്ങനെ നുണ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഞാൻ കണ്ടു. ഇപ്പോഴും 2-3 മീറ്റിങ്ങുകൾക്ക് ക്ഷണം കിട്ടി. അപ്പം അവർ വരുമ്പോൾ പലപ്പോഴും പല രീതിയിൽ പല കള്ളങ്ങളും നുണകൾ ധാരാളം പറയും. ചിലപ്പോൾ പറയും ഞാനങ്ങനെ ആ ദിവസങ്ങളില്ല, തീരെ നിവൃത്തിയില്ലെങ്കിൽ. ചിലർ പറയും സത്യേട്ടന് ഇഷ്ടമുള്ള ദിവസം അടുത്ത മാസമാണെന്നേ ഉള്ളൂ, ഇഷ്ടമുള്ള ദിവസം സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നെ കുടുങ്ങി. അപ്പോൾ ഞാൻ പറയും ഈ മാസം അവസാനം ഞാൻ ദുബായിലേക്ക് ഇക്ബാൽ കുറ്റിപ്പുറമായിട്ട് ഡിസ്കഷന് പോവുകയാണ്, എന്നാ വരികയെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നുണകൾ പറയും. പേര് സത്യൻ എന്നായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ കാര്യങ്ങൾ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കിഷൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ തവണ ഹൃദയപൂർവ്വത്തിൻ്റെ വർക്കായിരുന്നു, ഇത്തവണ എന്തായാലും വരാമെന്ന് പറഞ്ഞു. ഒന്ന് ഔപചാരികതയില്ലാത്ത ഈ കൂടിച്ചേരൽ തന്നെയാണ്. ഒരു വലിയ AC ഹാളിൽ വലിയ അലങ്കാരങ്ങളോട് കൂടിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സ് മടുക്കും. പക്ഷേ ഇവിടെ കണ്ടുമുട്ടുന്നവർ മുഴുവൻ മാടമ്പിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഒരു മുഖം മൂടിയില്ലാത്ത ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഈ വിഷയം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു കാരണമാണ്. അതല്ലാതെ ഈ വന്നിരിക്കുന്നവരെല്ലാം മലയാള സിനിമയുടെ പൈതൃകത്തിനെ പറ്റി പഠിച്ച് നാളെ ഇത് ഇങ്ങനെയാണെന്ന് ധരിക്കാൻ വേണ്ടിയിട്ടല്ല. അതിന് ഞങ്ങൾ രണ്ടാളും പോരാ, ഞാനും പോരാ, ലാൽ ജോസും പോരാ. ശ്യാംപ്രസാദ് കുറച്ചും കൂടിയും അതിന് അർഹതയുള്ള ആളാണ്. കാരണം ശ്യാംപ്രസാദ് ഇത് അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ പാഠം എന്ന് പറയുന്നത്. അനുഭവങ്ങളാണ് ഗുരു എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഈ കഴിഞ്ഞ ഒരു 50ഓളം വർഷങ്ങളായിട്ടുള്ള സിനിമയിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മളിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. പലപ്പോഴും അതിലൂടെ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, ആ തിരിച്ചറിവിൽ നമുക്കിപ്പോഴും നിൽക്കാൻ പറ്റില്ല.
പ്രേക്ഷകരും സമൂഹവും മാറുന്നതനുസരിച്ച് സിനിമയും മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സിനിമ പഠിക്കാൻ ചെന്ന സമയത്ത് ഉള്ള തിരക്കഥയുടെ ശൈലിയല്ല ഇന്നത്തെ രീതി. അന്ന് ഞാൻ ഡോക്ടർ ബാലകൃഷ്ണനാണ് എൻ്റെ ഗുരുനാഥൻ. ഡോക്ടർ എഴുതിയ തിരക്കഥകൾ കണ്ടിട്ടാണ് നമ്മൾ അന്ന് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഡോക്ടർ ആ സമയത്തുള്ള ലേഡീസ് ഹോസ്റ്റൽ, കോളേജുകളിൽ നിന്നൊക്കെയുള്ള സിനിമ ചെയ്യുന്ന സമയത്തൊക്കെ അന്ന് അവലംബിക്കുന്നൊരു മാർഗ്ഗങ്ങളുണ്ട്. ഇത്ര റീല് കഴിഞ്ഞാൽ ഫൈറ്റ് വേണം, അത് കഴിഞ്ഞപ്പോൾ പാട്ടിൻ്റെ സമയമായി, ഒരു മുസ്ലിം ക്യാരക്ടർ വേണം, ഒരു ഒപ്പന വേണം. ഇങ്ങനെ മുൻകൂട്ടി ചില ഘടകങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുകയും കഥകൾ അതിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യും. അതൊക്കെ ഹിറ്റാവുകയും ചെയ്യാറുണ്ട് അന്നത്തെ കാലത്ത്. ഇന്ന് അത് നിവൃത്തിയില്ല. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് പണ്ടത്തെ സിനിമകൾ എന്ത് രസമാണ്, പണ്ടത്തെ പാട്ടുകൾ എത്ര രസമാണ്. ഇപ്പോൾ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരനാം പാട്ടുകാരൻ എന്നുള്ള പാട്ട് നമുക്ക് അന്ന് കേൾക്കാനും ഇഷ്ടമാണ്, ഇന്ന് കേൾക്കാനും ഇഷ്ടമാണ്. അന്ന് അത് പ്രൈം മിനിസ്റ്റർ പാടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇന്ന് ആ ഒരു പാട്ട് ഫഹദ് ഫാസിൽ ഒരു നായികനെ നോക്കി പാടിക്കണ്ടാൽ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല. അതാണ് കാലത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഒരേ സാധനം കാലം മാറുമ്പോൾ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ കടന്നു വരാറുണ്ട്. അപ്പോൾ തിരക്കഥ എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ അന്ന് സിനിമയും നാടകം ഏതാണ്ട് സാഹിത്യം ഏതാണ്ട് ഒരേ പന്താവിലൂടെ പോയിരുന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. തോപ്പിൽ ഭാസിയുടെ പ്രസിദ്ധമായ നാടകങ്ങൾ അങ്ങനെ തന്നെ സിനിമയ്ക്ക് മാറ്റാറാണ് പോയത്. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ചേഞ്ച് എന്നുള്ളൊരു മാറ്റം, ഒരു പരിണാമം എന്ന് പറയുന്നത്. കുറേ കൂടി ജീവിതഗന്ധിയായ കഥകളിലേക്ക്. അന്നും ജീവിതഗന്ധി തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റൊക്കെ ആയാലും തുലാഭാരമായാലും അല്ലെങ്കിൽ അന്നത്തെ അഭിജാത്യമായാലും അന്നത്തെ നിലയിൽ അവരുടെ അന്നത്തെ തലമുറയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടുന്ന് പതുക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സംവിധായകൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഒരു ആവശ്യം വേണ്ട അറിവ് എന്നുള്ളതാണ്. ഇപ്പോൾ നാടോടിക്കാറ്റ് എന്നുള്ള സിനിമ ഞാൻ ചെയ്യുമ്പോൾ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തൊരു കാലത്തുള്ള ആലോചനയാണ്. എൻ്റെയും ശ്രീനിവാസൻ്റെ ആലോചനകളിൽ നിന്നാണ് നാടോടിക്കാറ്റുണ്ടായത്. ഇന്ന് ആ രീതിയിലുള്ള ജോലിയില്ലായ്മ അവിടെ ഇല്ല. ജോലിക്ക് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്ക് ജോലിയുണ്ട്. അന്ന് ഏത് കൂലിപ്പണി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ ഗാന്ധിനഗർ സെക്രട്ടേറിയറ്റിൽ മോഹൻലാൽ ഗൂർക്കയായിട്ട് മാറുന്നത്. ഇന്ന് നമുക്ക് ബംഗാളിലേക്ക് വോട്ട് ചെയ്യാൻ പോയതോടുകൂടി നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയി. ഒരു ജോലി ചെയ്യാൻ ആളില്ലാതായി. ഹോട്ടലുകൾ പലതും ഗ്യാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അടച്ചു. അതല്ല സംഭവം, പണിയെടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തൊഴിലില്ലായ്മയാണ് അന്നത്തെ ഏറ്റവും വലിയ രൂക്ഷമായ വിഷയം ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും അടിസ്ഥാനമായി കാണിക്കാറുള്ളത് ജീവിതത്തിൽ ആ സമയത്തുണ്ടാവുന്ന സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അനുരണനങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലത്താണ് സന്ദേശം ഞങ്ങൾ സിനിമയാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു LDF മാറി UDF വന്ന ഒരു കാലത്ത് അന്ന് ചെയ്തതാണ്. ലോഹിദാസാണ് അത് ചെയ്യണമെന്ന് അന്ന് നിർബന്ധിച്ചത്. അപ്പോൾ അത് ആ സമൂഹത്തിൽ ആ സമയത്ത് ആ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോഴും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ പോലും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ജീവിക്കുകയും അതിൻ്റെ വെല്ലുവിളി നേരിടുകയും ചെയ്ത ആളുകളെ പറ്റിയിട്ടുള്ള അറിവുകളിൽ, വായനകളിൽ നിന്നാണ് അങ്ങനെ പോകാമെന്നത്. എനിക്ക് തോന്നുന്നു ലാല് കുറച്ചുകൂടി കാൽപ്പനികമായ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അറബിക്കഥ പോലത്തെ സിനിമകൾ, അതല്ലെങ്കിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളിലാലും കൂടി സിനിമ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആമുഖമായിട്ടത് പറഞ്ഞു, ലാലിൻ്റേതായിട്ടുള്ള അനുഭവം പറഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിരിക്കുമ്പോൾ മാടമ്പമായിട്ടുള്ള കുറച്ച് ഞാൻ ചിലവഴിച്ചിട്ടുള്ള കുറച്ച് നിമിഷങ്ങളുടെ ഓർമ്മയുണ്ട്. മാടമ്പ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയറായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്. ഏറ്റവും ആദ്യം അടുത്തിടപഴകാൻ സന്ദർഭം കിട്ടുന്നത് ഡൽഹിയിൽ എൻ്റെ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറയുന്ന സിനിമ ഡൽഹിയിലൊരു ഓഷ്യൻ സിനി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ അതിന് ആ ഫെസ്റ്റിവലിന് പോകുമ്പോൾ ട്രെയിനിൽ എൻ്റെ കൂടെ മാടമ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത്. 3 ദിവസമാണ് അന്ന് ട്രെയിനിൽ യാത്ര. ആ 3 ദിവസം പഴയ കഥകളും അദ്ദേഹത്തിൻ്റെ ഈ നാടിൻ്റെ കഥകളും കഥാപാത്രങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും കുറേ കഴിയുമ്പോൾ വർത്തമാനം പറഞ്ഞ് മടുത്തിട്ട് ആരോ ഒരാൾ 2-3 കുത്ത് ചീട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ചീട്ട് കളി ആരംഭിക്കുകയും ഈ non-AC കമ്പാർട്ട്മെൻറ്റിലുള്ള യാത്രയാണ്. അപ്പോൾ ഈ ചീട്ട് കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഇടയ്ക്ക്
തുണിസഞ്ചിയുടെ ഉള്ളിൽ നിന്ന് ചുക്കുവെള്ളത്തിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ദാഹിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇത്തിരി വെള്ളം വേണം. അപ്പോൾ എന്നെ ഒന്ന് നോക്കി, നസ്രാണികൾക്ക് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അത് മിക്സ് ചെയ്ത് വെച്ച ബ്രാൻഡി ആയിരുന്നു. അപ്പോഴാണ് അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയുടെ രഹസ്യം എനിക്ക് മനസ്സിലായത്. ആ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഭയങ്കര ചൂടും ഒക്കെ സഹിച്ച് ആ 3 ദിവസം, പക്ഷെ കവിതകളും ചൊല്ലലും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ മരം കോച്ചുന്ന തണുപ്പാണ്. അതൊരു ഡിസംബർ 2-ാം തീയതി ആയിരുന്നു. അപ്പോൾ നല്ല തണുപ്പാണ്. അവിടെ ഹോട്ടൽ അശോകയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും താമസമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ 5 ദിവസത്തെ പരിപാടികൾ, 5 ദിവസത്തെ താമസം അവിടെ ഫ്രീ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 5 ദിവസം അവിടെ നിന്നു. മാടമ്പും ജയരാജ് ചേട്ടൻ്റെ ഏതൊരു പടവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാടമ്പ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, വേറെ ഗാങ്ങിൻ്റെ കൂടെ ആയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഒരു തവണ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു കഥ, ഒരു സിനിമ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും അദ്ദേഹത്തിന് ഷർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടു. അന്ന് പറഞ്ഞൊരു കഥ, അത് പിന്നീട് അന്നും ഇന്നും ഇപ്പോഴൊന്നും ആയില്ല, സിനിമയായില്ല. പന്തീരടി എന്നായിരുന്നു ആ കഥയുടെ പേര്. അപ്പോൾ എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വിഷയമാണ്. 12,000 തേങ്ങ ഒരു രാത്രി ഒരാൾ ഇരുന്ന് പൊട്ടിക്കുന്നവർ. അതെന്തൊരു പൂജയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ പരിസരങ്ങളിലൊക്കെ ഉള്ളതാണ്. ഈ പന്തീരടിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഒരു പ്രോപ്പർ കഥയൊന്നും അതിനില്ല, പക്ഷേ ഈ ഒരു സാധനം, അതിൻ്റെ ഒരു വിഷ്വൽ സാധ്യതയും ഒക്കെ ആണ്. അപ്പോൾ അന്നാൾ കുറേ സംസാരിച്ചു അതിനെക്കുറിച്ച്. പിന്നെ അദ്ദേഹം അതിനൊരു 1 ലൈൻ പോലൊരു സംഗതി എഴുതി. അപ്പം ഇത് മാത്രമേ പ്രധാനമായിട്ടായാലും ഉള്ളത്, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഒരു കൾച്ചറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളുടെ പതിവ് സംവിധായകനായിരിക്കും ഇതിന് കറക്റ്റ്, ജയരാജ് ചേട്ടൻ തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും അറിയില്ല. നമ്മൾ വെറുതെ ചെന്ന് ചെയ്തിട്ട് അത് പിന്നെ അതിൻ്റെ ഇപ്പം അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഒരു MBBS ഡോക്ടറെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് കൂടെ നിർത്തിയിരുന്നു. അതായത് ഒരു ഫാക്ച്വൽ എറർ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതുപോലെ ഒക്കെ ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ, അങ്ങനെ ആരെങ്കിലും ഒരാളെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫിലിമോഗ്രാഫി ലിസ്റ്റിൽ മാടമ്പിൻ്റെ ഒരു സിനിമ ഉണ്ടാവാതെ പോയി. പിന്നീട് രസികൻ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ ഇങ്ങനെ മുരളി ഗോപിയാണ് അത് എഴുതിയത്. മുരളിയുടെ ആദ്യത്തെ സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ അതിലൊരു ഫാൻറ്റസി കലർന്ന ഒരു ക്യാരക്ടർ, അത് സത്യമാണോ മിഥ്യയാണോ തോന്നലാണോ എന്നൊന്നും അറിയാത്ത ഒരു സീൻ, അതാര് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. മാടമ്പാണ് അതിന് കറക്റ്റ് ആൾ. അങ്ങനെ മാടമ്പ് വന്നു, അതിൽ അഭിനയിച്ചു. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു കാര്യം, ഭയങ്കര പരുക്കനായ ഒരാളുടെ മുഖവും വളരെ രസികത്വമുള്ള ഒരു മനുഷ്യനും. അങ്ങനെയാണ് ഞാൻ മാടമ്പനെ ഓർക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സിമ്പിളാണ്. സാധാരണ അത്യാവശ്യം എഴുത്തും അത്യാവശ്യം സാഹിത്യലോകത്ത് പരിചയവുമുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പുച്ഛമുണ്ട്. ബുദ്ധിജീവികളായിട്ട് നമ്മൾ അധികം അടുക്കാൻ പോകാറില്ല. കാരണം അവർ ഓരോ ആളുകളുടെയും ബേസിക് എക്സ്പ്രഷനുണ്ട്. അതിൽ ഇവരുടെ ബേസിക് എക്സ്പ്രഷൻ പുച്ഛമാണ്, സർവജ്ഞ പുച്ഛമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഉള്ള സിനിമകൾ ചെയ്യുന്ന ആളുകളോട് അതിനേക്കാൾ ഭയങ്കര പുച്ഛമായിരിക്കും. പക്ഷേ മാടമ്പമായിട്ടുള്ള സഹവാസത്തിലാണ് എനിക്ക് എന്നെക്കുറിച്ചൊരു ആത്മവിശ്വാസമൊക്കെ തോന്നിയിട്ടുള്ളത്. പുള്ളി നമ്മുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, സിനിമകളിലെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും, അതിലെ ചില സീനുകളെക്കുറിച്ച് അത് നന്നായിരുന്നു എന്ന് പറയും, വിഷ്വലുകൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ തിരക്കഥയുടെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യേട്ടൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് തുടക്കകാലത്ത് ഇതിന് നാടകവും സിനിമയും തമ്മിൽ
തീരെ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം അത് അന്നത്തെ ടെക്നോളജിയുടെയും കൂടി ഒരു പ്രശ്നമായിരിക്കും. വലിയ കൂറ്റൻ ക്യാമറകളായിരുന്നു, മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്യാമറകളായിരുന്നു, സ്റ്റുഡിയോകളുടെ അകത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പം സിനിമയിലേക്ക് പകർത്തപ്പെടുന്ന, സെല്ലുലോയിഡിലേക്ക് പകർത്തപ്പെടുന്ന നാടകങ്ങളായിരുന്നു അന്ന് സിനിമകൾ. നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം, നാടകം 2 ഷോട്ടാണ് അന്നത്തെ കാലത്ത്. വെച്ചാൽ ഇൻ്റർവെല്ല് വരെ ഒരു ഷോട്ടും ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ ഒരു ഷോട്ട്, അങ്ങനെ 2 ഷോട്ട്. അതിലാണ് ആ ഇൻ്റർവെല്ല് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പശ്ചാത്തലമൊക്കെ മാറ്റി വയ്ക്കുന്നത്. സിനിമ അത് പല ഷോട്ടുകളായിട്ട് വിഭജിച്ച് ചെയ്യാം എന്നുള്ളൊരു സൗകര്യം അതുമാത്രമേ അന്ന് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. കഥ ജീവിതഗന്ധിയായിട്ടുള്ള കഥയാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്ത വിധത്തിൽ നാടകത്തിൻ്റെ സ്വാധീനം ഭയങ്കരമായിട്ട് കൂടി. 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ 2C ക്യാമറകൾ കണ്ടുപിടിച്ചതോട് കൂടിയിട്ടാണ് സിനിമയും തിരക്കഥയും മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 2C ക്യാമറ യഥാർത്ഥത്തിൽ അത് കയ്യിലൊക്കെ എടുക്കാവുന്ന ക്യാമറയാണ്. ആ ക്യാമറ ഹിറ്റ്ലറിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ടുപിടിക്കപ്പെട്ട ക്യാമറയാണ്. യുദ്ധരംഗങ്ങൾ, ഹിറ്റ്ലർക്ക് നേരിട്ട് പോയി കാണാൻ പറ്റാത്ത യുദ്ധരംഗങ്ങൾ, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2C ക്യാമറകൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്യാമറ വന്നതോടുകൂടി സിനിമ ഔട്ട്ഡോറിലേക്ക് കടന്നു. PN മേനോൻ സാറൊക്കെ ഈ ഓളവും തീരവും എന്നൊക്കെ പറഞ്ഞ സിനിമയുമായിട്ട് റിയൽ ലൊക്കേഷൻസിലേക്ക് മാറി. അവിടെ നിന്നാണ് സിനിമ മാറുന്നതും സിനിമയുടെ സ്വഭാവം, തിരക്കഥകളുടെ സ്വഭാവവും മാറുന്നത്. സംഭാഷണത്തിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന നാടകീയത മാറിയിട്ട് മനുഷ്യർ സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. പക്ഷെ എന്നാലും ഈ ഡ്രാമയുടെ ഒരു ഇൻഫ്ലുവൻസ് അദൃശ്യമായിട്ട് സിനിമകളിൽ ഉണ്ടായിരുന്നു. സത്യേട്ടൻ്റെയൊക്കെ കാലത്താണ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് സിനിമകൾ തുടങ്ങിയ ആൾക്കാരുടെ പേരെന്നൊക്കെ പറഞ്ഞിട്ട് പല പുതിയ ഡയറക്ടേഴ്സിൻ്റെയും പേര് പറയാറുണ്ട്. പക്ഷെ ഈ സത്യേട്ടൻ്റെ സിനിമകളിലൊക്കെയാണ് മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയിൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ കാലത്ത് അന്ന് ബാലഗോപാലനിലെ എല്ലാ അന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്ന എല്ലാ ചെറുപ്പക്കാരും, എല്ലാ മധ്യവർത്തി കുടുംബങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരും അവരെ തന്നെ കണ്ടു. അത് തന്നെയാണ് അതിന് കിട്ടിയിട്ടുള്ള, സത്യേട്ടന് സിനിമകൾക്ക് കിട്ടിയിട്ടുള്ളൊരു സ്വീകാര്യത. ഒരു ഗ്രാമത്തിൻ്റെ കഥ പറയുമ്പോൾ ആ ഗ്രാമത്തിലെ കഥാപാത്രങ്ങൾ അത് റിയലായിട്ട് നമ്മൾ കാണുന്ന വെളിച്ചപ്പാടും പശുവിനെ കാണാതെ പോയ ആളും തട്ടാനും ഒക്കെ നമ്മളുടെ പരിസരത്ത് തന്നെയുള്ള ആളുകളെ നമ്മൾ റിയലായിട്ട് കാണുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മലയാളികൾക്ക് കാണിച്ചു കൊടുത്തതും പിന്നീട് മലയാള സിനിമ പിന്തുടർന്നത് ഒരു ഘട്ടത്തിന് ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളുടെ, ശ്രീനിയേട്ടനും സത്യേട്ടനും ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ, എനിക്ക് അത് വേറൊരാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതിൻ്റെ കാരണം അതിന് മുമ്പ് ഇപ്പോൾ ലോഹിയേട്ടനൊക്കെ ആ സമയത്ത് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലോഹിയേട്ടൻ്റെ സിനിമകൾക്കും തിരക്കഥകൾക്കും ഈ പറഞ്ഞ നാടകത്തിൻ്റെ ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു. ഭയങ്കര വൈകാരികത കൂടുതലുള്ള കാര്യങ്ങളാണ്. ഈ സത്യേട്ടൻ്റെയും ശ്രീനിയേട്ടൻ്റെയും സിനിമകളിൽ ഈ വൈകാരികതയും എല്ലാം ഉണ്ട്. പക്ഷെ അത് ബേസിക്കായിട്ടൊരു നർമ്മത്തിൻ്റെ മേമ്പൊടിയോട് കൂടിയിട്ട് ഒരു അടുത്ത വീട്ടിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ഒരാളുടെ, അപ്പം നമ്മൾ കാണുന്ന പല തമാശകൾ, നമ്മൾ ജീവിതത്തിലും കാണാറുള്ള തമാശകൾ, അതാണ് സത്യേട്ടൻ്റെ സിനിമകൾ. അപ്പോൾ തിരക്കഥയുടെ ഒരു സ്വഭാവത്തിൽ വലിയൊരു മാറ്റം ഒരു കാലഘട്ടത്തിന് ശേഷം, ഇപ്പോൾ MT സാറ് തിരക്കഥകൾ എഴുതിയിട്ടുണ്ടതിന് മുൻപ്. MT സാറിൻ്റെ തിരക്കഥകളിൽ ഈ പറയുന്ന സാഹിത്യാംശം കൂടുതലുണ്ടായിരുന്നു. അപ്പം അത് ഓരോ ഘട്ടങ്ങളാണ്, തിരക്കഥ കടന്നുപോയ ഓരോ ഘട്ടങ്ങളാണ്. സത്യേട്ടൻ്റെ സിനിമകളിൽ ശ്രീനേട്ടൻ്റെ തിരക്കഥകളിലേക്കും ഒക്കെ വരുമ്പോഴാണ് ഇത് മനുഷ്യർ സംസാരിക്കുന്ന, മനുഷ്യരിടപഴകുമ്പോൾ എന്നാൽ ശ്രീനേട്ടൻ്റെ ചില ഡയലോഗുകൾ ഒരിക്കലും ഒരു മനുഷ്യനും പറയാൻ സാധ്യതയില്ലാത്ത സംഭാഷണങ്ങളുണ്ട്. പക്ഷെ അത് വളരെ റിയലാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് സത്യേട്ടൻ്റെ സിനിമകളിൽ അപ്രോച്ച് കൊണ്ട് നടന്നിട്ടുള്ളത്. അടുത്ത തലമുറ വരുമ്പോൾ, അപ്പോൾ ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കമൽ സാറിൻ്റെ കൂടെ ആണ് എൻ്റെ ചലച്ചിത്ര വിദ്യാഭ്യാസം ഉണ്ടായത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്വാധീനമുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും ആ സ്വാധീനം അല്ലാതെ എൻ്റെ സിനിമകൾ വരാൻ കാരണം
ഞാൻ സത്യേട്ടൻ്റെയൊക്കെ സിനിമകളുടെ ഭയങ്കര ആരാധകനായിരുന്നു എന്നുള്ളതും അത് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോൾ ഒരു പ്രീ ഡിഗ്രി കാലം തൊട്ട് നമ്മൾ കാണുന്ന സിനിമകളാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അടുത്ത തലമുറ വരുമ്പോൾ എനിക്ക് ശ്രീനേട്ടനെ മാത്രമേ വേണമെങ്കിലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് ശ്രീനേട്ടനാണ്. അത് ഒരു സിനിമയിലേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ഞാൻ എനിക്ക് വേണ്ട എഴുത്തുകാരെ തപ്പി നടക്കുകയായിരുന്നു. പുതിയ ആളുകളാണ്, 6 or 7 പുതിയ എഴുത്തുകാർ എൻ്റെ സിനിമകളിലൂടെ വന്നിട്ടുണ്ട്. അതെൻ്റെ നിവൃത്തിയോടാണ്ടാണ്. ഈ ലോഹിയേട്ടനെയും MTനെയും ഒന്നും അതുപോലെയുള്ള വലിയ എഴുത്തുകാരെ ഒന്നും നമുക്ക് കിട്ടാതിരുന്നതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ആളുകളിൽ അത്യാവശ്യം എഴുതാൻ പറ്റുന്ന, അത്യാവശ്യം വിവരമുണ്ടെന്നും തോന്നിയ ആളുകളെ കണ്ടെത്തി അവരുമായി മാസങ്ങളും വർഷങ്ങളും തല്ലുകൂടി വഴക്കിട്ട് പിണങ്ങി മാറിയിരുന്ന് വീണ്ടും കൂടി ഒക്കെയാണ് ഞാൻ ചെയ്ത സിനിമകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും തിരക്കഥകളുടെ സ്വഭാവം മാറി. തിരക്കഥകളുടെ സ്വഭാവമല്ല മാറിയിട്ടുള്ളത്, തിരക്കഥയോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജിയോ അല്ല മാറിയിട്ടുള്ളത്. എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇമോഷൻസ് മാറി. നമ്മൾ ഇമോഷണലായിരുന്ന കാര്യങ്ങളിലല്ല ഇന്നത്തെ തലമുറ ഇമോഷണലാവുന്നത്. പണ്ട് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ പുറകെ നടന്ന് കത്ത് ഒളിപ്പിച്ച് കൊടുത്ത് ഒരു പൂവ് നിലത്തിട്ട് ഒരുപാട് പണികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഗതി വന്നതോടുകൂടി ഇതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ മാറി. ഒരു മൊബൈൽ ഫോണിൽ ഐ മിസ് യുടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞാൽ ഇല്ല വിട്ടോ, ഓക്കെ മീ ടു എന്ന് മറുപടി വന്നു കഴിഞ്ഞാൽ ഓക്കെ, അത്രയും എളുപ്പമായി കാര്യങ്ങൾ. അപ്പോൾ കുറേ സീനുകളാണ് ഇല്ലാണ്ടാവുന്നത്. ഒരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്യാനുള്ള കുറേ സീനുകൾ ഇല്ലാണ്ടായി. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, ആളുകൾക്ക് ഉള്ള ജീവിത വീക്ഷണം മാറി, നിങ്ങളുടെ മൂല്യങ്ങളിൽ മാറ്റം വന്നു. മുൻപ് ഒരു മഴയുള്ള രാത്രി അവസാന ബസ് മിസ് ചെയ്ത് ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മുറിയിൽ നേരം വെളുക്കുന്നത് വരെ ചിലവഴിച്ച് പോയാൽ പിറ്റേ ദിവസം അവൻ കല്യാണം കഴിച്ചേ പറ്റൂ. പക്ഷേ ഇന്നിപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒരേ മുറിയിൽ ഒരുമിച്ച് താമസിച്ച് അതിലൊരാളുടെ കല്യാണത്തിന് മറ്റാൾ പോയി ഗിഫ്റ്റ് കൊടുക്കുന്ന ലെവലിലാണ് കാര്യങ്ങൾ. അപ്പം ആ മാറ്റം സിനിമയുടെ വിഷയങ്ങളെ ബാധിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പം എനിക്ക് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത്, ചില കാര്യങ്ങൾ നമുക്ക് ചില മൂരാച്ചി കാരണവന്മാരുടെ സ്വഭാവമാണെന്ന് വെച്ചോളൂ, ചിലത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ശരിയല്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഒരാളിരുന്ന് പറയുമ്പോൾ നമുക്ക് അത്തരം സീനുകൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇനി നമുക്കൊന്ന് പദം വരണം. ആ മാറ്റത്തിനോടൊപ്പം പോകാൻ, അവരെ മനസ്സിലാക്കാൻ, എന്താണ് അവരെ ഭരിക്കുന്ന വികാരങ്ങൾ എന്താണെന്നുള്ളതൊക്കെ തിരിച്ചറിയണം. അപ്പോഴേ ഈ പുതിയ മാറ്റങ്ങളുടെ ഒപ്പം നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ചധികം സംസാരിച്ചു. ഞാൻ അധികമല്ല, അങ്ങനെ ആ സംസാരം കേൾക്കാനാണല്ലോ അവർ വന്നിരിക്കുന്നത്, അല്ലാതെ ഒരു പ്രസംഗം കേൾക്കാനല്ലല്ലോ. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും. അല്ല, ഈ ലാലു എൻ്റെ പടങ്ങളെ പറ്റി അല്ലെങ്കിൽ മറ്റുള്ള പടങ്ങളെ പറ്റി, ലോഹിദാസിൻ്റെ പടങ്ങളെ പറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര കാലം കഴിഞ്ഞിട്ടും ഓർമ്മിക്കപ്പെടുകയും ഇതുപോലൊരു ചടങ്ങുകളിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നത്? നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ടാണ്. അത് ഈ സിനിമയുടെ തിരക്കഥയുടെയും അതിൻ്റെ അവതരണത്തിൻ്റെയും പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഒരുപാട് ഗ്രൂപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ടല്ലോ. വാട്സപ്പ് ഗ്രൂപ്പുകൾ, 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നവരെ കൂട്ടുകൾ, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നവരൊക്കെ പഴയ ആളുകൾ തപ്പിപ്പിടിച്ച് കളക്ട് ചെയ്യുന്നതൊക്കെ അത് ക്ലാസ്മേറ്റ്സിലൂടെ ലാൽ ജോസാണല്ലോ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ രസകരമാണ്. പിന്നെ വളരെ ഡിഫറൻ്റായിട്ട് ഒരു ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പോലെ ഉള്ള ഒരാളുടെ കഥ മലയാള സിനിമയിൽ ആദ്യമായിട്ട് വന്നത് ചാന്തുപൊട്ടാണ്. അപ്പോൾ അതൊക്കെ ആളുകളുടെ മനസ്സിൽ അത് കിടക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ലാൽ ജോസിന് ഒരു ചെറിയ സംശയമുള്ളത്, ആ സംശയത്തിന് ആവശ്യമില്ല. കാരണം ഇന്ന് ഇമോഷൻസ് മാറി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികാരങ്ങൾ മാറി. ഇപ്പോൾ മൊബൈലും വാട്സപ്പൊക്കെ വ്യാപകം തന്നെയാണ്. അടിസ്ഥാനപരമായ ഫീലിങ്ങുകൾക്ക് മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് സ്നേഹം, വിരഹം, സങ്കടം, സന്തോഷം, റിലേഷൻഷിപ്പ്, അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ആളുകൾ ആകർഷിക്കുന്നത്. ഇപ്പോൾ വാഴ 2 എന്ന് പറഞ്ഞൊരു പടം പുതിയ പിള്ളേരുടെ പടമാണ്.
അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുപോയിരിക്കുന്നതൊക്കെ ഇമോഷൻസ് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇമോഷൻസിൻ്റെ രൂപം തന്നെയാണ്. ഇപ്പോൾ അഖിൽ ചെയ്ത സർവമായ എന്നുള്ള സിനിമ ഒരു അഭ്യാസങ്ങളുമില്ല, ഗിമ്മിക്സും ഇല്ല. അതിൽ ഉള്ളത് ഒരു ഇഷ്ടവും അതിനൊരു വേർപാടും അതിൻ്റെ വേദനകളൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് ലാലു നേരത്തെ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ മടിക്കാതെ ഇറങ്ങിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരൊറ്റ സംഗതി ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പുതുമയുണ്ടാവുക. അതായത് ഒരു പണ്ട് എന്നുള്ള പോലെ പാടത്തെ വരമ്പത്തോടെ ഒരാൾ നടന്നു വന്ന് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കാല് കഴുകി വിശറെടുത്ത് വീശി ലക്ഷ്മിക്കുട്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ എന്ന് പറഞ്ഞ പരിപാടി ഇനി വേണ്ട. വെള്ളം കുടിക്കണമെന്ന് ആരംഭിച്ചാൽ മതി. മറ്റേത് അവരെ സങ്കല്പിച്ചോളൂ. നമ്മുടെ കാലത്ത് അങ്ങനെയായിരുന്നു. നേരെ വന്ന് കുറച്ച് മറ്റ് വിശേഷങ്ങൾ അതൊന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ആ കാര്യം പറഞ്ഞിട്ട് പോകും. അത്രേ ക്ഷമയുള്ളൂ ആളുകൾക്ക്. ക്ഷമയില്ലായ്മയാണ് അത്. ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഒരു വീക്കിലിയിൽ ഒരു 10 പേജ് നീളത്തിലുള്ള ചെറുകഥ വായിച്ചാൽ കണ്ടാൽ പിന്നെ വായിക്കാമെന്ന് വിചാരിക്കും. ഒരു 4 പേജേ ഉള്ളെങ്കിൽ അതപ്പോൾ വായിക്കാൻ തോന്നും. ഇത് തന്നെയാണ് സിനിമയുടെ കാര്യത്തിന് കാണുന്നത്. ഇപ്പോൾ 3 മണിക്കൂർ നേരം, ഇപ്പോൾ നാടോടിക്കാറ്റൊക്കെ 3 മണിക്കൂർ താഴെയാണ് പടം. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 2 മണിക്കൂർ കഴിഞ്ഞാൽ എത്രയും വേഗം നിർത്താം. 2 കാലം കിഷനൊക്കെ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ നിർത്താൻ പറയും സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു വേഗത, നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വേഗത, അതിനോടൊപ്പം സഞ്ചരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ അടിസ്ഥാനപരമായി കിടക്കുന്ന പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. ഇപ്പോൾ ഓരോ സമയത്തും നമുക്ക് തോന്നുന്നു. ഞാനും ശ്രീനിവാസനും നേരത്തെ പറഞ്ഞ പോലെ ഇടത്തരക്കാരുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത്, ഇപ്പോൾ നാടോടിക്കാറ്റ് അല്ലെങ്കിൽ TP ബാലോപാലൻ, സന്മനസ്സുള്ള സമ്മാനം, ഗാന്ധിനഗർ, ഓരോ സിനിമ കഴിയുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം, ശ്രീനി പറയും നമുക്ക് ഇടത്തരക്കാരുടെ കഥകൾ കഴിഞ്ഞു കേട്ടോ, ഇനി നമ്മൾ വേറെ ഏതെങ്കിലും നോക്കേണ്ടി വരും. നമ്മൾ ഒരുവിധം എല്ലാം അറിയാവുന്ന അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാഞ്ചനയുടെ കഥാപാത്രം വരും. അപ്പോൾ അത് തലയണമന്ത്രമായി മാറും. മനസ്സിലായില്ലേ? അതോടുകൂടി ഇനി കഴിഞ്ഞു, ഇനി ഇടത്തരക്കാർക്ക് കഥയില്ല എന്ന് പറയുമ്പോൾ വേറൊരു സബ്ജക്റ്റ് വരും, സ്വർണ്ണലത വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഇതൊരു അക്ഷയ ഖനിയാണ് മലയാളികളുടെ മനസ്സെന്നുള്ളത്. അത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഉള്ളിലുണ്ടായാൽ മതി. അതുപോലെ തന്നെ പുതിയ തലമുറ മുഴുവൻ മാറി നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ദൂരെ നിന്ന് അവരെ കാണാതെ നമ്മൾ അവരെ കൂടെ സഞ്ചരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. കുറച്ച് ചോദ്യം നമ്മൾ സദസ്സിനും ചോദിക്കാം. കാരണം ആൾക്കാർക്കും ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഇതുപോലൊരു അവസരം അവർക്കും. എനിക്ക് ലാലുവിനോട് ചോദിക്കാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഇത്രയധികം ചെയ്തിട്ടുള്ള വളരെ അപൂർവ സംവിധാനം, ഇപ്പോൾ മറവത്തൂർ കനവ് തൊട്ട് സോളമൻ്റെ തേനീച്ചകൾ വരെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡൈവേഴ്സിറ്റിയാണ്. അതായത് ഒരു മീശമാധവൻ്റെ ഒപ്പം തന്നെ അച്ഛനുറങ്ങാത്ത വീടുണ്ടാവും. അതുകൂടാതെ അപ്പോൾ അയാളും ഞാനും തമ്മിൽ ഉള്ള അറബി കഥയും ഒക്കെ ഉള്ളതുപോലെയൊക്കെ തന്നെയായിരിക്കും വേറൊരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കഥകൾ തേടിപ്പോകുന്നത്? അത് ആദ്യം എന്താണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? കാരണം നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ഒരുപാട് പുതിയ കഥാകാരന്മാരെ വെച്ചിട്ടാണ് സിനിമകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞാൽ കൊള്ളാമായിരിക്കും. അതും ഇവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഒരുപാട്. അതിനൊരു രഞ്ജൻ പ്രമോദ് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ബാബു ജനാർദ്ദൻ്റെ ആയിട്ടുള്ളൊരു, അത് ഇവരൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ളൊരു, അതെങ്ങനെയാണ് അത്? അല്ല, എൻ്റെ ബേസിക് പ്രശ്നം പൂർത്തിയായ ഒരു തിരക്കഥ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു റൈറ്റേഴ്സ് എപ്പോഴും ഒരു തോട്ടാണ് നമ്മളായിട്ട് പറയുക. അപ്പം അത് പുതുമയുള്ളതാണെന്ന് തോന്നുമ്പോൾ അതുമ്മ കയറി പിടിക്കുകയാണ്. അത് ചിലത് വർക്കാവും, ചിലത് വർക്കാവില്ല. ഈ 2 വരിയിൽ ഒരു സിനിമയുടെ തോട്ട് പറയുമ്പോൾ നമ്മൾ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വർക്കബിളാണെന്നാണ്. അങ്ങനെയാണ്. ഇപ്പോൾ 2-ാം ഭാവം എന്ന് പറയുന്ന സിനിമയുടെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്താണ് രഞ്ജൻ പ്രമോദ് പിന്നെ 7 ആർട്സ് മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ കൊണ്ടുവരുന്നത്. അപ്പോൾ രഞ്ജൻ പ്രമോദ് വന്നിട്ട്, രഞ്ജൻ പ്രമോദിന് മൊത്തം ഒരു നിഷേധാത്മകതയുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരക്കഥ എഴുതാനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ ഒരു തോട്ട് പറയാം, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സിനിമ ചെയ്തോളൂ, വേറെ ആരെങ്കിലും എഴുതുന്ന ആളെ വെച്ച് എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ആയിക്കോട്ടെ, ആദ്യം നിങ്ങളുടെ തോട്ട് പറയൂ എന്നാലല്ലേ. അപ്പോൾ അയാൾ 2 വരിയിലാണ് 2-ാം ഭാവത്തിൻ്റെ കഥ പറഞ്ഞത്. 2-3 വരികളിലാണ് പറയുന്നത്. ഞാനൊരു ട്വിൻസാണ്, ഒരാൾ ഓർണിത്തോളജിസ്റ്റാണ്, അച്ഛനെപ്പോഴും നന്നായി പഠിക്കുന്ന അവനോടായിരുന്നു ഇഷ്ടം. നാട് വിട്ട് ഒരുത്തൻ മംഗലാപുരത്ത് അണ്ടർവേൾഡിലായി, ഒരാൾ പ്രൊഫസറായി. അയാളാണെന്ന് വിചാരിച്ചിട്ട് ഈ നല്ല മകൻ കൊല്ലപ്പെട്ടു. അയാളുടെ സ്ഥലത്ത് മറ്റാൾ വരുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്ത് ഇതിനിപ്പോൾ വേറെ ആരും എഴുതണ്ട, നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഇത് ആ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയങ്കര കഥ ഫീൽ ചെയ്തു. പിന്നെ അയാളെ നിർബന്ധിച്ചിട്ടാണ് എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതേസമയം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം മാടമ്പ് ആയിട്ട് ഞാൻ അതിൻ്റെ ആദ്യ ഡിസ്കഷൻ തൊട്ട് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിച്ച് അപ്പോൾ അത് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് പോയി അത് കണ്ട് അങ്ങനെ കയറിയിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. പൂർത്തിയായ സ്ക്രിപ്റ്റിനോട് എപ്പോഴും ഒരു ചെറിയ പേടിയാണ്. അപ്പം ഇപ്പം ഒരുപാട് ആൾക്കാർ, പണ്ടത്തേക്കാൾ കൂടുതൽ ആൾക്കാർ തിരക്കഥാകൃത്തുക്കളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാ ആളുകളും, നമ്മൾ പരിചയപ്പെടുന്ന ആളുകളുടെ എല്ലാം കയ്യിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് എല്ലാ ആളുകൾക്കും ഒരു കഥയുണ്ട്. എല്ലാ ആളുകളും വാക്കിംഗ് സ്റ്റോറീസ് തന്നെയാണ്. എല്ലാവർക്കും അവരുടെ ജീവിതത്തിലെ കഥയുണ്ട്. അതെല്ലാം യുണീക്കായിട്ടുള്ള സ്റ്റോറീസാണെന്ന് അവർക്ക് തോന്നും. ഇതിലെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇത് കേൾക്കാൻ ആർക്കാണ് താല്പര്യം? എത്ര ആളുകൾക്ക് ഇത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇതെത്ര യുണീക്കാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്ന് ചോദിക്കാൻ ആളില്ലെങ്കിൽ ഇത് പറയാൻ പറ്റില്ല. അപ്പം ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മളിൽ താല്പര്യം ഉണർത്തുന്ന കഥകളാണ്. ഇപ്പോൾ ചിലത് നമ്മളങ്ങനെ ആദ്യത്തെ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ട് വർക്കാവാതെ പോയിട്ടുള്ള കഥകളും ഉണ്ട്. ഇപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം അങ്ങനെ ഒരു സിനിമയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ കഥ ബെന്നി പറഞ്ഞപ്പോൾ ഒരു ഒരാൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാൾ അഭിനയിക്കുകയാണ്. അഭിനയിച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു ഇൻ്റർനാഷണൽ സബ്ജക്റ്റായിട്ടാണ് തോന്നിയത്. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ അത്രയും വർക്കൗട്ടായില്ല. അപ്പോൾ അങ്ങനെ മിസ്ഫയർ ചെയ്യാറുണ്ട് ചില തോട്ടുകൾ. പക്ഷെ എന്നാലും ആ എഴുത്തിൻ്റെ യാത്രയിൽ എഴുത്തുകാരനോടൊപ്പം കൈപിടിച്ച് നടന്നാലേ എനിക്ക് അത് സിനിമയാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. പലപ്പോഴും സത്യനന്ദിക്കാടിൻ്റെയും ശ്രീനിവാസൻ്റെയും സിനിമകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഥകളില്ലാതെയാണ്, ഓരോ ദിവസം. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം മേക്കിങ്ങിൽ അഭിനയിക്കുന്ന ആൾക്കാർ കൂടി സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ് പൂർത്തിയായ തിരക്കഥയില്ലാതെ ഞാനും ശ്രീനിവാസനും സിനിമ ചെയ്യാൻ പോയിട്ടേ ഇല്ല. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല, ഡയലോഗ്സ് ഉണ്ടാവില്ല. തിരക്കഥ ആദ്യം തൊട്ട് അവസാനം വരെ തിരക്കഥ ഉണ്ടാവും. അപ്പോൾ ആ തിരക്കഥ ശ്രീനിവാസനാണ് എഴുതുന്നതെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ ധൈര്യമാണ്. കാരണം അത് എഴുതി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വിചാരിച്ച പോലെയോ അതിനേക്കാൾ കൂടുതലോ ഉണ്ടാവാം. ഷൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവൈസേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്നസെൻറ്റും തിലകനും എല്ലാവരും കൂടി അഭിനയിക്കുന്ന സീനാണെങ്കിൽ ആ സീൻ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത്, എടുക്കാൻ പോകുന്ന സീൻ ഇവരെല്ലാവരും കൂടി ഇരുത്തി വായിക്കും. ആ വായിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ ചില ഡയലോഗ്സ് വന്നു വരും, ചില റിയാക്ഷൻസ് വന്നു വരും. അപ്പോൾ അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ മുഴുവൻ മാർക്ക് ചെയ്ത് വന്ന് ഷൂട്ട് ചെയ്യല്ല. പക്ഷേ സ്ക്രീൻ പ്ലേ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും നന്നാവില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുള്ളത്, ഞാൻ കണ്ടിപ്പോൾ ഒരു സന്ദേശത്തിൽ ആ ഡൈനിങ് ടേബിൾ സീൻ സെറ്റ് ചെയ്ത് ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്താണ് ശ്രീനി അപ്പുറത്തിരുന്നിട്ട് പോളണ്ടിനെ പറ്റി പറയുന്നൊക്കെയുള്ള ഡയലോഗ്സ് എഴുതുന്നത്. അത് പിന്നീട് ഒരു ഭയങ്കരമായ സംഗതിയായിട്ട് മാറാണ്. അപ്പോൾ അതിനു മുമ്പ് അതിൻ്റെ നോട്ട്സൊക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ സീൻ എഴുതിയത് തൊട്ടപ്പുറത്ത് അന്ന് ഉറക്കെ ശബ്ദിക്കുന്ന ജനറേറ്ററിൻ്റെ സൈഡിലൊരു ചെയർ വിട്ടിരുന്നിട്ട് എഴുതി കൊണ്ടുവന്നിട്ട് വായിച്ചോട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ അതൊക്കെ പലപ്പോഴും സ്പോണ്ടേനിയസ് ആണ്. ശ്രീനിവാസൻ കണ്ടെത്തിയതിനേക്കാളും വലിയൊരു കാരണങ്ങൾ ഒരു കക്ഷി പരാജയപ്പെട്ടാൽ ഇപ്പോഴും ഒരു പാർട്ടിക്കാർക്ക് പറയാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു പാർട്ടി ജയിച്ചാൽ മറ്റേ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ് നമ്മൾ ഇന്നും കേൾക്കുന്നത്. അത് ശ്രീനിവാസൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ തവണ മാത്രമാണ് ഡീൽ എന്നുള്ള വാക്ക് വന്നു തുടങ്ങിയത്. പക്ഷേ അതുവരയ്ക്കും അന്തർധാര സജീവമായിരുന്നു എന്നാണ് നമ്മുടെ എല്ലാ നേതാക്കളും പറയുന്നത്. അപ്പോൾ അത്തരം സംഗതികൾ എന്ന് വെച്ചാൽ ഒബ്സർവേഷനാണ്, സൊസൈറ്റിയെ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീനിവാസനെ പലരും രാഷ്ട്രീയവാദി, എന്നുമൊക്കെ രാഷ്ട്രീയക്കാരനെന്നാണ് സന്ദേശം എടുത്തുകൊണ്ട് പറയുന്നത്. അല്ല, നമ്മളൊക്കെ നല്ല രാഷ്ട്രീയം ഉള്ളിലുള്ള ആൾക്കാരാണ്. അത് കക്ഷി രാഷ്ട്രീയമാണെന്ന് പറയാൻ പാടില്ല എന്ന് മാത്രം. കാര്യം നമ്മളെങ്ങനെയാണ് ഒരു പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുക? എന്നും ദിവസം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്.
ഇപ്പോൾ ഈ കഴിഞ്ഞ 4-ാം തീയതി തോന്നിയ ചിന്തയല്ല ഒരു പാർട്ടിയെ പറ്റി ഇന്ന് നമുക്ക് തോന്നുന്നത്. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉറക്കെ നമ്മുടെ ഒബ്സർവേഷനാണല്ലോ. അതുപോലെ നമ്മൾ സമുദായ ആചാര്യന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ്. ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഇനി ഒന്നിക്കാൻ തീരുമാനിക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞതിനുള്ളിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ കോമഡികളാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ കാണുമ്പോഴാണ് അതിൽ രസകരമായ സാധനം. അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്യാറില്ല. ഹലോ, മാടമ്പ് ഫൗണ്ടേഷൻ്റെ കൺവീനർ സത്യൻ സാറിനോടാണ് കേട്ടോ. വി.എൻ. ഹരിദാസ് അദ്ദേഹം സത്യൻ അന്തിക്കാടിൻ്റെ മകൻ്റെ ഒരു നായെ കുറച്ചു കാലം അവിടെ സൂക്ഷിച്ചു പേപ്പറിൽ എഴുതി. അത് തിരിച്ചു വന്നപ്പോൾ അത് പായസവും ചോറും ഒക്കെ കൊണ്ടുള്ളൂ. പിന്നെ സിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക, വരിക ഇരിക്കുക അങ്ങ് എന്ന് പറഞ്ഞാലുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് വായിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അത് ഞാൻ ആ നായ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളതിൽ മാതൃഭൂമിയിൽ വന്നതാണത്. സ്കൂബി എന്നാണ് അവൻ്റെ പേര്. ഇവിടെ ലതിക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇവൻ നാട് വിട്ട് പോയി വെച്ചാൽ രജിസ്ട്രേഷൻ ക്യാമ്പാരാണ്. വേറെ എണ്ണകളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ എപ്പോഴും ഗേറ്റ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. 40 ദിവസമാണ് കാണാതായത്. നമുക്ക് വലിയ വിഷമം. നാടൻ നായാണ്. അപ്പോൾ ഒരു 40 ദിവസം കഴിഞ്ഞപ്പോൾ പഴങ്ങാപ്പറമ്പ് മനയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് മണികണ്ഠൻ്റെ ഭാര്യയെ വിളിച്ച് പറയാണ്, താമരപ്പറമ്പിൽ ഇങ്ങനെ മണലൂർ ഒരു മനയിൽ ഒരു കറുത്ത നായ വന്നിട്ടുണ്ട്, അത് നിങ്ങളുടെ ആണോ എന്ന് അറിഞ്ഞൂടാ എന്തോ. അപ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. അവൻ മെലിഞ്ഞ് ഒരു പ്രത്യേക രൂപമായി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം തോന്നുന്നു. അപ്പോൾ അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തന്നെയാണ്. കാരണം അവൻ്റെ കാലിൻ്റെ താഴെ വിരലുകളുടെ ഇടയിൽ വെള്ള രോമങ്ങളുണ്ട്. അങ്ങനെ അവൻ എൻ്റെ മോനും മരുമകളും കൂടി പോയി കണ്ടിട്ട് ഇവൻ തലയുയർത്തി നോക്കിയിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം തോന്നി. അപ്പോൾ അവിടുത്തെ ആളായി കഴിഞ്ഞു. അവർ അപ്പു എന്ന് പേരൊക്കെ ഇട്ടു. ഹരിദാസൻ്റെ എൻ്റെ പേര് സ്കൂബി എന്നാണ്. അവർ അപ്പു എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കൂടി ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഗേറ്റ് വരെ അനുഗമിക്കും, തിരിച്ച് ഇവിടെ വന്ന് കിടക്കും, പായസം പടച്ചോറൊക്കെ കഴിയും. അങ്ങനെ നല്ല ക്ലീൻ കുട്ടപ്പനായിട്ട് ആ രീതിയിലിരിക്കുകയാണ്. അവസാനം അവൻ സ്കൂബി എന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുട്ടികളെ പോലെ കരഞ്ഞു. അനൂപിനെ വിളിച്ചത് ഇവനും കരഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ പ്രശ്നം വെച്ചാൽ അതുവരെ അന്ന് വരെ കഴിച്ചിരുന്ന ആഹാരശീലങ്ങൾ ഇല്ലാണ്ടാക്കി. കാര്യം ഇവന് നോൺ വെജ് കൊടുക്കാറുണ്ട് അവർക്ക്, റൂൾസും പിന്നെ ഇടയ്ക്ക് മട്ടനും ഒക്കെ കൊടുക്കുമ്പോൾ അത് കഴിക്കാനൊരു മടി. അപ്പോൾ പിന്നെ എൻ്റെ സങ്കല്പമാണ്. കാരണം വെച്ചാൽ സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വരിക ഇരിക്കുക എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് മാറിയത്. പിന്നെ അപ്പുറത്ത് മാങ്ങാട്ടുകര ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് രാവിലെ കൗസല്യ സുപ്രജ രാമ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എണീക്കും. ആ രീതിയിൽ കുറച്ച് ദിവസങ്ങൾ അവനെ കൂടി. അപ്പോഴേക്കും അവനെ മുട്ടയൊക്കെ കൊടുത്ത് 12 വർഷം കുഴലിലിട്ടാലും നായയുടെ വാല് വളഞ്ഞ് നീറയ്ക്കുള്ളൂ കേട്ടുള്ള പോലെ സ്വഭാവം ഇവൻ്റെ അവിടെ അപ്പം തന്നെയാണ്. പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മത്തിയും ഒക്കെ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ അവൻ വീണ്ടും നോൺ വെജായി മാറി. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ? സത്യേട്ടനോട് ഒരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പോൾ അപ്പുണ്ണി എന്നിട്ട് ഒരു വീക്കെൻഡ് ചെയ്തു. അതിൽ നിന്നിപ്പോൾ ഹൃദയപൂർവ്വത്തിലേക്ക് എത്തുമ്പോൾ ഈ പ്രോസസ്സിൽ നേരത്തെ അത് പരാമർശിച്ചിരുന്നു നമ്മൾ അതിനും കാലത്തിനനുസരിച്ച് മാറണം എന്നുള്ളത്. പക്ഷേ ആ ശരിക്കും അത് എങ്ങനെയാണ് ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ളൊരിത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്തത്? എങ്ങനെയാണ്? അതായത് എനിക്ക് കാലത്തിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കണം എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണല്ലോ ചെയ്തത്. അത് കാസ്റ്റിങ്ങിലൊക്കെ നമുക്കത് കാണാം, അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ. അതെ, അത് ശരിക്കും ബോധപൂർവം അല്ലാതെ തന്നെ സംഭവിക്കുമ്പോഴാണ് അത് റിയൽ ആവുന്നത്. അല്ലാതെ ഞാൻ അപ്പുണ്ണിയുടെ കാലത്ത് തന്നെ ഇരുന്നിട്ട് ഹൃദയപൂർവ്വം ചെയ്യുമ്പോൾ നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെയാണല്ലോ വേണ്ടത് എന്ന് വിചാരിച്ചാൽ അതിലേക്ക് മാറിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യണം, അപ്പോഴേ നമുക്ക് ഇത് ശരിയാവുള്ളൂ. അപ്പോഴേ നമ്മൾ അപ്പുണ്ണിയെ പറ്റി നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ കാലത്ത് നിന്നുകൊണ്ട് നമ്മളിപ്പോഴത്തെ തലമുറയുടെ കഥയിലേക്ക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് നീങ്ങല്ല ചെയ്യേണ്ടത്. ഞാൻ പക്ഷേ അതിലും അപ്പോഴും ഇപ്പോഴൊക്കെ ചെയ്തിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഒരു സബ്ജക്റ്റിനെ എങ്ങനെ സമീപിക്കണം എന്നുണ്ട്. ഇപ്പോൾ അപ്പുണ്ണി എന്ന് പറയുന്നത് VK-ൻ്റെ
അപൂർവമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. ഞാൻ വീക്കെൻഡിൻ്റെ കംപ്ലീറ്റ് കഥകൾ വളരെ തീവ്രമായിരുന്നു വായിച്ച് പഠിച്ചിട്ടുള്ള ആളാണ്. ചാത്തൻസൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. സിനിമയ്ക്ക് പറ്റുന്ന എലമെൻസ് ഉണ്ട്, പക്ഷേ അത് വാക്കുകളാണ്. അതിൻ്റെ വാക്കുകൾ കൊണ്ടാണല്ലോ പുള്ളി ഇതുണ്ടാക്കുന്നത്. ആ ഒരു വാക്കുകളുടെ തമാശയും രസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം അപ്പുണ്ണിയിൽ തന്നെ നമ്മൾ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ മുമ്പ് വീക്കെൻഡ് എഴുതി വെച്ച സീനിൽ ഒരു ജ്യോത്സ്യൻ അപ്പുണ്ണിയുടെ അല്ല അമ്മുവിൻ്റെ ജാതകം നോക്കുകയാണ്. അപ്പം വരൻ അടുത്തെന്നോ അകലത്തെന്നോ എന്ന് ചോദിക്കും മാളുവമ്മ. വീക്കെൻഡ് എഴുതിയിരിക്കുന്നത് ജ്യോത്സ്യൻ പറയുന്നത് മധ്യധരണിയഴി എന്നായിരിക്കും എന്നാണ്. അതായത് അവരെ ഇടത്തരം സ്ഥലത്തു നിന്നായിരിക്കും എന്നാണ് ഉദ്ദേശം. പക്ഷേ ആ മധ്യധരണിയഴി എന്നായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പഞ്ച്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു പുഴയിൽ ഒരു വഞ്ചിയിൽ ഇയാൾ ഒറ്റയ്ക്ക് വരുന്ന പോലെ വെറുതെ ഒരു വിഷ്വൽ സാമ്യം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വീക്കെൻഡ് ചില സംഭവങ്ങളുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ഈ ചെറിയ ചെറിയ വാചകങ്ങൾ കൊണ്ട് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരാളാണ്. ഈ പ്രേമവും വിവാഹവും എന്നുള്ള ചെറുകഥയാണ് അപ്പുണ്ണി. ആ ചെറുകഥ ആ സിനിമ എടുക്കുന്ന സമയത്ത് ഒരു 100 പ്രാവശ്യത്തോളം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അന്ന് വായിച്ചിട്ട് കണ്ണിൽ അതിനേക്കാൾ കൂടുതൽ പെട്ടത് അടുത്ത കാലത്ത് ഞാൻ വീണ്ടും ഈ പുനർവായന ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം വീണ്ടും വായിക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷകൾ ജോർജ് ഇരുമ്പയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വീണ്ടും വായിച്ചു തുടങ്ങുക. എന്ത് രസമാണെന്നറിയോ ഇപ്പോൾ വീണ്ടും വായിക്കുമ്പോൾ. അപ്പോൾ പുനർവായനയിൽ ഒരു വാചകം കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് അപ്പുണ്ണി കണ്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ അവസാനം വരനെ കാണാനില്ല, കല്യാണം കുളമായി, അങ്ങനെ മൊത്തത്തെ തെരഞ്ഞു നടന്നതെല്ലാം കലങ്കോലമായി, വീട്ടിൽ മാളുമ്മയുടെ കരച്ചിലായി, ബഹളമായി. അപ്പോൾ വീക്കെൻഡിൻ്റെ വാചകം ഇതാണ്: പകർത്തി എഴുതാത്ത ഒരു 14 വരി കവിത പോലെ അമ്മ പുറത്തു വന്നു എന്നാണ്. പകർത്തി എഴുതാത്ത ഒരു 14 വരി കവിത പോലെ അമ്മ പുറത്തു വന്നു. ഒരൊറ്റ വാചകത്തിൻ്റെ ശക്തി ആലോചിച്ച് നോക്കണം. കാര്യം കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മുടിയൊക്കെ കഴിഞ്ഞിട്ടിട്ട് പകർത്തി എഴുതാത്ത കവിതയാണ്. കാര്യം മഷി പടർന്നിട്ടുണ്ടാവും, വെട്ടലും തിരുത്തലുണ്ടാവും. പകർത്തി എഴുതാത്തൊരു 14 വരി കവിത പോലെ അമ്മ പുറത്തു വന്നു. പക്ഷേ ആ ഒരു വിഷ്വൽ അത് കിട്ടിയാൽ മതി, നമുക്ക് വിഷ്വലായി, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ് അത്. ഞാൻ പക്ഷേ ഹൃദയപൂർവ്വത്തിലേക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നാമത് നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. ഒരു സിനിമ കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് 10-20 കൊല്ലമായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞാൽ സിനിമ സംവിധായകൻ്റെ പരിവേഷം അങ്ങനെ മാറ്റി വയ്ക്കുകയും പിന്നെ നാട്ടിൽ ജീവിക്കുന്നവർ നമ്മളറിയാവുന്നവർക്കറിയാം, ഏത് സിനിമ കണ്ടാലും തിയേറ്ററിൽ പോയി കാണുകയും ആളുകളുടെ റിയാക്ഷൻ കേൾക്കുകയും. ഇപ്പോൾ നമ്മുടെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്കൊരു വിനോദമുണ്ട്, ഒന്നും ശരിയായില്ലല്ലേ, എന്ത് പഴയ പോലെ ആവാൻ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ അവരോട് എതിർക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറയും സത്യമാണ്, ശരിയാണ്, അടുത്തേലും നമുക്ക് ശരിയാക്കാം. ഇപ്പോൾ പണ്ടത്തെ പോലെ കഴിവില്ല, അങ്ങനെ ഒരു ചെറിയ സംഗതി അല്ല, അങ്ങനെ ഒന്നല്ല. നിങ്ങളൊക്കെ അത്ര ഇങ്ങനെ അവർ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം തീർന്നു. പടം സൂപ്പർ ഹിറ്റായിട്ട് ഓടുന്ന സമയത്തും പോരാ അല്ലേ എന്ന് പറയാനാണ് താല്പര്യം അല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന സംഗതികളാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംവിധായകനായിട്ട് ഇത്രയും കാലം നിലനിൽക്കാമെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടല്ല ഒന്നല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് സൊസൈറ്റീനെ ഫോളോ ചെയ്യുകയും നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ അവരായി മാറാൻ ശ്രമിക്കുമ്പോഴാണ് തയ്യാറാവുന്നത്. നമ്മൾ അവരായിട്ട് മാറുകയേ വേണ്ട. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ അച്ഛൻ്റെ ഹൃദയം സ്വീകരിച്ച ഒരാളോടുള്ള ഒരു പെൺകുട്ടിയുടെ അഫെക്ഷനും അവളോട് പ്രത്യേകിച്ച് ഒരു മമതയില്ലാതിരുന്ന ഒരാൾക്ക്, ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ലാത്ത ആൾക്കാർ ആദ്യം തോന്നുന്ന ഒരു റിയാക്ഷനൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അത് അപകടത്തിലേക്ക് പോവാത്ത വിധത്തിൽ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സീനുകളുടെ ക്രിസ്പായിട്ടുള്ള സീക്വൻസുകളും ഒക്കെ കൂടി. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പുതിയ ഇപ്പോൾ വാഴ എന്നുള്ള സിനിമയുടെ ആൾക്കാർ പോലും നമ്മുടെ ഗുരുക്കന്മാരാണ്. നമ്മൾ പലതും അവർ പഠിപ്പിക്കുന്നുണ്ട്. ലാൽ ജോസ് എൻ്റെ മകൻ്റെ ഗുരുവാണ്. കാരണം അനൂപ് മറ്റേ NID പഠിച്ചു വന്നിട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിൽ ഫിലിം മേക്കിംഗ് പഠിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സംവിധായകൻ്റെ കൂടെ നിൽക്കണം. അച്ഛൻ്റെ കൂടെ നിൽക്കുന്നില്ല, അച്ഛൻ്റെ കൂടെ അഖിലുണ്ടല്ലോ, അവർ രണ്ടാളും കൂടി നിന്നാലും ഫൈറ്റാവും, ഇരട്ടകളാണ്. ഞാൻ പറഞ്ഞു നിനക്ക് ആരുടെ കുഴപ്പം? എനിക്കൊന്ന് പേടിയായി. കാര്യം എറണാകുളത്ത് കുറേ പുതിയ ഗ്യാങ്ങുകളുണ്ട്, അവരുടെ കൂടെ പോകാനാണോ ഇവൻ്റെ താല്പര്യം? എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ലാൽ ജോസിൻ്റെ കൂടെ പഠിച്ചാൽ കൊള്ളാമെന്നാണ്. എനിക്ക് ആശ്വാസമായി. ഞാൻ ലാലിനെ വിളിച്ച് പറയും. അപ്പോൾ എല്ലാവർക്കും ആരാണ് ഗുരു എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മതി. താങ്ക് യു. ലാലുവിനോടൊരു ചോദ്യം. ഒരുപാട് റൈറ്റേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള മുരളി അടക്കം ഉള്ള റൈറ്റേഴ്സ്, പ്രത്യേകിച്ചും ഫസ്റ്റ് ടൈം റൈറ്റേഴ്സ് ആയിട്ടുള്ള
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എങ്ങനെയാണ് ആ പ്രോസസ്സ്? ആരാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻസ് ആരൊക്കെയാണ്? അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ രസമായിരിക്കും. മുരളിയും കൂടി ഉള്ളതുകൊണ്ട് ചോദിച്ചതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണോ ഈ ആദ്യം പറയുന്ന ഒരു തോട്ടാണ് നമ്മൾ ഒരാൾ ഹുക്ക് ചെയ്യുന്നത്, അവർ പറയുന്ന ഒരു തോട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ തോട്ടുകളും ഞാൻ ഓക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ റൈറ്ററേ ഉള്ളൂ, അത് മുരളിയാണ്. മുരളിയുടെ ഒരു 10 കഥകൾ ഞാൻ ഓക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ രസികൻ എന്ന് പറയുന്ന സിനിമ അന്ന് സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയില്ല. ഈ സാമ്പത്തിക പരാജയം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അന്ന് എൻ്റെയും കൂടി ഒരു അപക്വത കൊണ്ട് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് വരണം. മുരളി ആ സിനിമയിൽ വരുന്നത്, ആ സിനിമയിൽ ആദ്യത്തെ തിരക്കഥയാണ്, അതിലാദ്യമായിട്ട് അഭിനയിക്കുന്നത്, അതിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ മുരളിയുടെ എല്ലാ ആംഗിൾസും വന്നിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അയാൾ വെച്ച് പുലർത്തിയിട്ടുള്ളൊരു പ്രതീക്ഷ. അപ്പം ആ സിനിമ പരാജയപ്പെടുമ്പോൾ പിന്നെ മുരളിയെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്ന് ഇപ്പം അറിയാം. പക്ഷേ അന്ന് മുരളിയെ കാണുമ്പോൾ മുങ്ങി നടക്കേണ്ട ഒരു മനോനിലയിലായിരുന്നു. ഞാനൊരാളെ മര്യാദയ്ക്ക് നന്നായി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാളുടെ പ്രതീക്ഷയും അയാളുടെ എന്താ പറയണ്ടത്, അയാളുടെ ഒരു സാധ്യതയൊക്കെ ഇല്ലാതെയാക്കി എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മുരളി അയാളുടെ മെറ്റൽ തെളിയിച്ചു. അയാൾ വലിയ വൻ ഹിറ്റ് സിനിമകളുടെ തിരക്കഥ എഴുതി. അതുപോലെ തന്നെയാണ് രഞ്ജൻ പ്രമോദ് വരുമ്പോഴും രഞ്ജൻ പ്രമോദിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇയാളെ പറഞ്ഞു വിടാനാണ് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അല്ല, ഒരാളുകളുടെ രീതിയാണ് വരുമ്പോൾ തന്നെ ഭയങ്കര നിഷേധാത്മകമായി നമുക്ക് വേണമെങ്കിൽ ഇതെടുത്തോ അല്ലെങ്കിൽ കളഞ്ഞു വെക്കോ, എൻ്റെ ഇത്തരം ചിന്തകൾ ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷെ അയാൾക്കൊരു മിടുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മൾ കുറച്ച് സഹിച്ചിട്ടാണെങ്കിലും ശരിക്ക് എഴുത്തുകാരനും സംവിധായകനും തമ്മിൽ ഇപ്പം ഞാൻ പറയണ്ടത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ്. ഒരു കാര്യം മാത്രമേ ഇല്ലാത്തുള്ളൂ, ഭാര്യയായിട്ടുള്ള, ബാക്കിയെല്ലാം ഉണ്ട്. കാരണം ഈ 3 മാസം 4 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒരാളിൽ നിന്നൊരു കഥ സ്വീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവൻ കൂടെ താമസിപ്പിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നും കൂടി നോക്കും. കാരണം ഭയങ്കര അക്രമവാസനയുള്ള ആളാണെങ്കിൽ എത്ര നല്ല കഥയാണെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കേണ്ടി വരും. പക്ഷെ എന്നോടൊപ്പം വർക്ക് ചെയ്ത ആളുകളെല്ലാം എന്നോടൊപ്പം വിജയിച്ചിട്ടില്ലെങ്കിലും അവർ പിന്നീട് അവർക്ക് പറ്റിയ കോമ്പിനേഷൻസിൽ വലിയ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പം രഞ്ജൻ പ്രമോദ് ആദ്യത്തെ സിനിമ ഞങ്ങളുടെ പരാജയമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മീശ മാധവൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അത് സൂപ്പർ ഹിറ്റായി. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് അയാളെ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ സത്യേട്ടനൊക്കെ കൊണ്ടുപോയി. സത്യേട്ടൻ്റെ കൂടെയൊക്കെ സിനിമകൾ ചെയ്തു. കുറേ മനസ്സിനക്കരയും അച്ഛൻ്റെ അമ്മ കുറേ സിനിമകൾ ചെയ്തു. എന്നും എപ്പോഴും 3 അതുപോലെ തന്നെ ബാബു ജനാർദ്ദനൻ. ബാബു പക്ഷേ അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ വന്ന ഒരാൾ ജെയിംസ് ആൽബർട്ടായിരുന്നു, ഇക്ബാൽ, ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറം. ജെയിംസ് ആൽബർട്ടിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര വിക്കുള്ള ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ കഥ പറയാൻ വരികയാണ്. സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ ഭയങ്കര വിക്കാണ്. അപ്പം ഞാനാണെങ്കിൽ ഈ രസികൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പരാജയത്തിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്, സ്ഥലം വിട്ടാലോ, ദുബായിൽ വല്ല ജോലി നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ ഒരു കസിൻ്റെ ഫ്ലാറ്റിൽ ഒളിവിൽ താമസിക്കുകയാണ് എറണാകുളത്ത്. അപ്പോഴാണ് ഈ ജെയിംസ് ആൽബർട്ട് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 10-15 മിനിറ്റ് നേരം കേട്ടിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഈ വിക്കലോട് കൂടിയിട്ട് ഇയാൾ പറയുന്ന ഫുൾ കഥ ഞാൻ കേട്ടു. 2.5-2.25 മണിക്കൂർ എടുത്ത് ഇയാൾ ഈ കഥ പറഞ്ഞ് തീർക്കാൻ. അപ്പം അതുവരെ ഉണ്ടായിരുന്നത് മാറി ഒരു പുതിയ പരിപാടി വരികയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അടുത്ത 1 വർഷം കൊണ്ടാണ് അയാളത് സ്ക്രിപ്റ്റാക്കി എഴുതുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് സിനിമകൾ വേറെ ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ സിദ്ദിഖ് ലാൽ മീഡിയ അവരുടെ കമ്പനിയിൽ ഡിസ്ട്രിബ്യൂഷൻ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, കഥ രസമുണ്ട്, തുടക്കം അവസാനമൊക്കെ ഉഗ്രനാണ്, ഇടയിലുള്ള കഥ ലാലുവിൻ്റെ പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കഥയല്ല,
കുറച്ചൊരു കുക്ക്ഡപ്പായിട്ട് തോന്നുന്നുണ്ട് ഇടയിലുള്ള ഫ്ലാഷ് ബാക്ക് സ്റ്റോറിന്ന്. അങ്ങനെ തിരിച്ചു വന്ന് അന്ന് രാത്രി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ രാത്രി രണ്ടുപേരും നിശബ്ദരായിട്ട് ഇങ്ങനെ കിടന്നു. പറഞ്ഞതൊരു ചുറ്റിക കൊണ്ട് തലക്കടിച്ച പോലെയുള്ള ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനിത് ചെയ്തോളം ഈ സിനിമ ഓടും, പക്ഷെ ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇടയിൽ. അദ്ദേഹം എന്താണ് എക്സ്പെക്ട് ചെയ്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് രാത്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അത് മനസ്സിലായി. അങ്ങനെ 1.5 വർഷം കൊണ്ട് എഴുതിയ തിരക്കഥ മാറ്റി വെച്ചിട്ട് അന്ന് മുതൽ ഡിസ്കസ് ചെയ്ത കഥയാണ് നിങ്ങളിപ്പോൾ കാണുന്ന ക്ലാസ്മേറ്റ്സ്. അത് 3 മാസം കൊണ്ട് ഉണ്ടായി. അതാണ് നമ്മൾ പിന്നീട് ഷൂട്ട് ചെയ്തത്. അപ്പം നമുക്ക് ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഒരു അതർ ഹാൻഡ് ഉണ്ട് ഇതിൽ. നമ്മളറിയാതെ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന മറ്റെന്തോ ഒരു കരമുണ്ടെന്ന് തോന്നാറുണ്ട്. താങ്ക് യു. അപ്പോൾ ഒരുപാട് നന്ദി സത്യേട്ടാ, ലാലുവേട്ടാ, ഒരുപാട് നന്ദി. ക്വസ്റ്റ്യനോ? ഓക്കെ ഒരെണ്ണം കൂടി ആവാമല്ലോ അല്ലേ? എല്ലാ സംവിധായകരോടും കൂടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു കഥ, ഒരു കവിത, നോവലൊക്കെ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ, ആദ്യം വായിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. പിന്നെ രണ്ടാമതും മൂന്നാമതും വായിക്കുമ്പോൾ അതിന് നമുക്ക് വേറെ തലത്തിൽ നമുക്ക് ചിന്തിക്കാൻ, പല ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കാൻ ആകാറുണ്ട്. അവരിപ്പോൾ സാറ് പറഞ്ഞു ഗാന്ധിയുടെ സത്യാന്വേഷണ കഥ ഇപ്പോൾ വീണ്ടും വായിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് അതൊരു വേറൊരു ഡയമെൻഷനിൽ ചിലപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെടുത്ത ഫിലിം വീണ്ടും കണ്ട് 2-3 പ്രാവശ്യം കാണുമ്പോൾ അതിനെ ആ ഡയമെൻഷൻ മാറി വേറെ തരത്തിൽ എടുക്കാമായിരുന്നു എന്ന ഏതെങ്കിലും സിനിമ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എടുത്തത് നന്നാവായിട്ടല്ല, നമുക്ക് വേറെ ഡയമെൻഷനിൽ ചിന്തിക്കാൻ പറ്റാറുണ്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്നറിയാം. നല്ല ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് അറിയോ? നമ്മളൊരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ ആ സിനിമ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകളുടെ. അവരെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ പൊന്മുട്ടൊരു താറാവ് എന്നുള്ള സിനിമ ഇനി ഒരു റീമേക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ആ ഗ്രാമം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അതിലുണ്ടായിരുന്ന കലാകാരന്മാർ മുഴുവൻ പോയി. മൂത്ത തട്ടാനായിട്ടുള്ള കുട്ടികൃഷ്ണ നായരെ പോലുള്ള കുട്ടികൃഷ്ണ നായരെ പോലുള്ള ആളിനി ഇല്ല. പിന്നെ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിരുന്നത് സിനിമ എന്ന് പറയുന്നതൊരു ജോലി മാത്രമല്ല, ഒരു ആനന്ദം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ രാവിലെ ആകുമ്പോൾ ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സീൻ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ഒടുവിൽ ഉണ്ണീഷ്ണൻ, ഇന്നസെൻ്റ്, നെടുപടി വേണു, ശങ്കരാടി, മാമുക്കോയ, ഇവരൊക്കെ കോമ്പിനേഷൻസിൻ്റെ കൂടെയാണ് ഒരു സിനിമ നന്നായി വരുന്നത്. പലപ്പോഴും ഇവർ അതിൻ്റെ കൂടെ ചേർക്കാവുന്ന ഒരാളാണ് മോഹൻലാലും ജയറാമൊക്കെ. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ വെറും ജോലിക്കാരല്ല, അഭിനയം എന്ന് പറയുന്നൊരു ജോലി മാത്രമായിട്ട് ഏൽക്കുന്നവരല്ല, അവരുടെയും കൂടിയാണ് സിനിമ എന്ന് വിശ്വസിക്കുന്നവരാണ്. അത്തരം ആളുകൾ ചെയ്ത സിനിമകൾ ഇനി വേറൊരാളെ വെച്ചിട്ട് വേറൊരു രീതിയിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പലപ്പോഴും തോന്നില്ല. ആക്ടേഴ്സ് പലപ്പോഴും, ഞാൻ മുരളി മുന്നിലിരിക്കുന്നുണ്ട് പറയണേ, ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പുണ്ണി എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ഗോപിച്ചേട്ടനെ എനിക്ക് പരിചയമില്ല. ഗോപി എന്ന് പറഞ്ഞാൽ ഭരത് ഗോപി ഒരു വലിയ മഹാമേരുവാണ്. ജോൺ പോളാണ് എൻ്റെ അടുത്ത് പുള്ളിയെ പതുക്കെ കൊണ്ടുവന്ന് പരിചയം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടാ, പുള്ളി വേറൊരു സിനിമയുടെ ആളാണല്ലോ, ഭരതേട്ടൻ്റെയും KG ജോർജിൻ്റെയും. ഞാൻ ഈ കുറുക്കൻ്റെ കല്യാണവും കിന്നാരമൊക്കെ ചെയ്ത ഒരാളുടെ സിനിമയിലേക്ക് ഗോപി എങ്ങനെ മാച്ച് ആവും എന്നുള്ളതിനെ പറ്റിയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ സംശയവും ചെറിയ പേടിയും ഉണ്ട്. എന്നാലും ഗോപിയേട്ടനെ ജോൺ പോൾ പറഞ്ഞ് കമ്മിറ്റ് ചെയ്തു, വീക്കെൻഡിൻ്റെ കഥയാണ്, ഗോപിയേട്ടൻ വായിച്ചിട്ടുള്ള കഥയാണ്. ഫസ്റ്റ് ഡേ വന്ന ദിവസം തലേദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, സത്യം എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് കാണണം. സ്ക്രിപ്റ്റ് ഇല്ല. കാരണം വെച്ചാൽ വീക്കെൻഡ് എഴുതിയിട്ടുള്ള 8 പേജാണ്. ആ 8 പേജ് തന്നെയാണ് സ്ക്രിപ്റ്റ്. പക്ഷേ അതിനെ നമ്മൾ തുടക്കം മുതലൊക്കെ ഞാനത് രാവിലെ എണീറ്റിരുന്നിട്ട് അതിന് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റാക്കി മാറ്റും. എന്നിട്ട് ഈ മെയിൻ സാധനങ്ങൾ അതിൽ ഇത് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ പ്ലേ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് വെച്ചു. ഷൂട്ടിംഗ് വെച്ച് ലൊക്കേഷൻ വന്നപ്പോൾ മേക്കപ്പ് മാൻ പാണ്ഡ്യൻ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, സാർ അന്താൾ മീശ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഗോപിച്ചേട്ടൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ അയ്യപ്പൻ നായർ, പേരാറ്റ പടവെട്ടിൽ അയ്യപ്പൻ നായർ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ചായപ്പീടിയക്കാരനാണ്. ക്ലീൻ ഷേവ്ഡ് ഫേസും
ഒരു ചന്ദനക്കുറിയും ഒക്കെ തൊട്ടുള്ള ഒരു ചായപ്പീടിയക്കാരനാണ് എൻ്റെ മനസ്സിലുള്ളത്. ഗോപിയുടെ രൂപം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ട് ചെല്ലാം. അപ്പോൾ പുള്ളി മേക്കപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക, മേക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഗോപിചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ മീശെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ ഒരു ഡയറക്ടർ ആദ്യമായിട്ട് ചെന്നിട്ട് മീശെടുക്കാൻ പറ്റില്ല, മീശ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് ഈ സ്കൂളിൽ ചേരുമ്പോൾ പേര് വിളിച്ച് വിടുന്ന പോലെ ഇന്ന് വിട്ടിട്ട് നാളെ തൊട്ട് അഭിനയം തുടങ്ങാം. അപ്പോൾ ഓക്കെ, ഇന്ന് ചെയ്യണ്ടേ? ഞാൻ ഇന്ന് ചെയ്യണ്ട, നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഗോപിച്ചേട്ടനെ തിരിച്ച് റൂമിലേക്ക് അയച്ചു. ഞാൻ നേരെ രാമേന്ദ്രൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അടൂർ ബാസി ഫ്രീ ആണോ എന്ന് അന്വേഷിച്ച് നോക്ക്. അടൂർ ബാസി ആ സമയത്ത് മദ്രാസിലുണ്ട്. അടങ്ങി നമുക്ക് പെട്ടെന്ന് ഇത് ശരിയാവും തോന്നില്ല, ഇയാൾ അഹങ്കാരിയാണ്, നമ്മൾ ഈ സ്വഭാവം വെച്ച് ഒരു പടം കംപ്ലീറ്റ് എങ്ങനെ കൊണ്ടുപോകും. അയ്യപ്പൻ നായർ എന്നാണ് ശരിക്കും, അപ്പുണ്ണിയാണെങ്കിൽ അയ്യപ്പൻ നായരാണ് എൻ്റെ മെയിൻ കാതൽ. നെടുപടി വേണം ദൂരം നിന്ന് ഓടി വന്നൊരു എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, ഗോപിച്ചേട്ടനെ നമുക്ക് ശരിയാവും തോന്നില്ല, കാര്യം പുള്ളി ഭയങ്കരമായ എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. ഞാനിത് സത്യൻ്റെ അടുത്ത് പറയാൻ മറന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞങ്ങൾ വരുമ്പോൾ വടക്കാഞ്ചേരി വഴിയാണ് വന്നത്. അപ്പോൾ ഭരതൻ്റെ വീട്ടിൽ കയറി. ഭരതൻ പറഞ്ഞു കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള സിനിമ നടത്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ടിംഗ് തീർന്നു, ഒരു സീനും കൂടി എടുക്കണം അതിൽ, അതുകൊണ്ട് സത്യൻ്റെ അടുത്ത് മീശ കളയരുത്, അത് കണ്ടിന്യൂറ്റി ആണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പുള്ളി എന്നോട് ഈ പറഞ്ഞത്. അത് ആ രീതിയിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മീശ കണ്ടിന്യൂറ്റിയാണ്, വേറെ വെപ്പ് മീശ ചെയ്യാൻ പറ്റില്ല, സത്യൻ്റെ അടുത്ത് മീശ പഠിക്കരുത് എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ഞാൻ ഗോപിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല ഭരതൻ്റെ കണ്ടിന്യൂ, അതെ ഭരതൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞു മീശ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള സങ്കല്പം എങ്ങനെയായിരുന്നു, ഓ ഞാനൊരു കാര്യം ചെയ്യാം സത്യ, ഞാൻ അയ്യപ്പൻ നായർക്ക് വേറൊരു ഭാവം ഞാൻ കൊടുത്തു വരട്ടെ, ശരിയെന്ന് പറഞ്ഞു. മേക്കപ്പ് മാനെ കൊണ്ട് പുള്ളി അന്ന് തന്നെ അങ്ങോട്ട് പോയി. തിരിച്ചു വന്നത് ഈ വേഷത്തിലാണ്, കാരണം കൊമ്പൻ മീശയും ഒരു കുങ്കുമപ്പൊട്ടും ഈ മുടിയും. പുള്ളി പറഞ്ഞു ഈ പേരാറ്റ പടവീട്ടിൽ എന്ന് പറയുന്നൊരു അഹങ്കാരം കൊണ്ടു നടക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ വെറും ചായപ്പിടിക്കാരനല്ല, അയാൾക്കൊരു കൊമ്പൻ മീശ, ഒരു പൊട്ട്, അതായത് ആ ക്യാരക്ടറിലേക്ക് ആ മനുഷ്യൻ മാറി എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഗോപിച്ചേട്ടനെ വിട്ടിട്ട് പടം ചെയ്യാൻ ബുദ്ധിമുട്ടായി നമുക്ക്. അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവും സ്നേഹവും. ഈ വയ്യാതായ സമയത്ത് മുരളിയുടെ സിസ്റ്ററുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഗോപിച്ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ പോയി കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഗോപിച്ചേട്ടൻ അസുഖമുള്ള സമയമാണ്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ രസതന്ത്രം എഴുതാൻ തുടങ്ങിയിട്ടില്ല, രസതന്ത്രം പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു, സത്യൻ്റെ സിനിമയിൽ അഭിനയിച്ചെനിക്ക് കൊതി മാറിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഒറ്റ പാചകം പറഞ്ഞുള്ളൂ. എനിക്കങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, കാരണം പുള്ളി അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. സത്യൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സെറ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കൊതി എനിക്ക് മാറിയിട്ടില്ല. ആ രൂപം വെച്ചിട്ട് ഞാൻ ക്യാരക്ടർ ഉണ്ടാക്കിയതാണ് പിന്നെ എൻ്റെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട്. അപ്പോൾ അത്തരം സിനിമകൾ ചെയ്തിട്ട് ആ വിഷയങ്ങൾ ഇപ്പോൾ പിൻഗാമി ഒക്കെ വേണമെങ്കിൽ കുറേ കൂടി ടെക്നോളജി ഉപയോഗപ്പെടുത്തിയും മാറ്റി ചെയ്യാം. പക്ഷേ അതൊക്കെ ഓരോ സിനിമയും ആ ഓരോ കാലത്തിന് വേണ്ടി ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സമയം കുറവായതുകൊണ്ട് നമുക്ക് എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ സത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കുടുംബ ഫംഗ്ഷൻ പോലെയാണ്, നമ്മളങ്ങനെ ഒരു ഔപചാരികതയൊന്നുമില്ല. എന്നാലും ഇത്രയും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും റെസ്പെക്റ്റും എല്ലാം നിങ്ങളുടെ രണ്ടാളോടും പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മനോഹരമായൊരു സെഷൻ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നന്ദി ശ്രീ സത്യനന്ദിക്കാട്, ശ്രീ ലാൽ ജോസ്. മാടമ്പ് ഫൗണ്ടേഷന് വേണ്ടി വിശിഷ്ടാതിഥികൾക്ക് സ്നേഹാദരമർപ്പിക്കാൻ ഇവിടുത്തെ സീനിയർ മെമ്പേഴ്സായ ശ്രീമതി ലീല മാടമ്പ്, ശ്രീമതി ശാന്ത മാടമ്പ് എന്നിവരെ ക്ഷണിക്കുന്നു. ശ്രീ സത്യനന്ദിക്കാട് സാറിന്. പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ കുങ്കുമ
ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമര ശ്രീ ലാൽ ജോസ് സാറിന്